ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും ഒക്കെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പൊ എന്നോട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. ഞാനൊരു കോഴ്സിനെ പറ്റിയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഴ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യാനാണ്. ഞാൻ ഫുൾ കോഴ്സായിട്ട് എടുക്കുന്നില്ല. ഈ പറഞ്ഞതുകൂട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഏകദേശം ഒരു 2021 പാറ്റേൺ മാറിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 2021 തൊട്ട് 2025 വരെ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസ്, പിന്നെ ഡിഗ്രി ലെവൽ ആയിട്ടുള്ള നമുക്ക് തോന്നുന്ന രീതിയിൽ, അതായത് മെയിൻസിന്റെ പല ക്വസ്റ്റ്യൻ പേപ്പറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഓരോ ക്വസ്റ്റ്യൻസും എടുത്തിട്ട് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് പോലെ, ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 24 ഞാൻ ഇന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കേ, ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ, അതായത് DPSPയും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യന്റെ ആൻസറിനകത്ത് 1990 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് 1, 2, 3, 4, 5 കാര്യങ്ങളാണ് ഇവിടെ കവർ ചെയ്യുന്നത്. ഈ 5 ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി നമ്മൾ പോയിന്റ്സ് പറയും. അപ്പൊ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഉള്ള ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആധികാരികമായിട്ട് ഈ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മേഖലയാണ് ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി കോഴ്സിനെ പറ്റിയിട്ട് അറിയില്ല എന്ന് പറയുന്നവരോട്, ഫുൾ കോഴ്സ് അല്ല നമ്മൾ ചെയ്യുന്നത്. 21 മുതൽ 25 വരെ നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ഓരോന്നും എടുത്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻസിന്റെ എല്ലാം തന്നെ ഫുൾ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. GK കംപ്ലീറ്റ് ഉണ്ടായിരിക്കും. ഈ GK ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്യുമ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള 50 ഹോട്ട് ടോപ്പിക്സ് ഉൾപ്പെടെ ഏകദേശം നിങ്ങൾ ഒരു 120 ഹോട്ട് ടോപ്പിക്സോളം കവർ ചെയ്ത് മുന്നിലേക്ക് പോകും. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ ഫുള്ള് കവർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ മെത്തേഡ് വളരെ എഫക്റ്റീവ് ആയിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ചെറിയൊരു ഫീസിന്റെ രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഇനി എന്നാണ് ചെയ്യുന്നതെന്ന്. ഉടനെ തന്നെ തുടങ്ങാം. ഇലക്ഷന്റെ ഒക്കെ കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാത്തത്. തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു എന്താണ് അമാന്തം പാടില്ലല്ലോ, ഇടയ്ക്കൊന്നും ബ്രേക്ക് ആവാൻ പാടില്ലാത്തത് കൊണ്ടാണ്, കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ നമ്പർ 24 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ 2021 ചോദ്യമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്ഷൻ എ 1909 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. ഓപ്ഷൻ ബി 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. ഓപ്ഷൻ സി 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. 1947 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. അപ്പോൾ നമ്മള് നേരെ ഇംഗ്ലീഷിലേക്ക് പോകുക. അതായിരിക്കും നമുക്ക് എപ്പോഴും സമയം ലാഭിക്കാൻ നല്ലത്. The directive principle of state policy in the Indian Constitution resembles the instrument of instruction enumerated in D. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, DPSP എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് DPSP, എന്തിനു വേണ്ടിയിട്ടാണ് DPSP കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ DPSPയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അടങ്ങിയിട്ടുള്ള ഏതോ ഒരു നിയമം ഈ താഴെ പറയുന്നതിനകത്തുണ്ട്. അപ്പൊ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പാർട്ട് അടങ്ങിയിട്ടുള്ള നിയമം ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ആദ്യം. അതുപോലെ DPSP എന്താണെന്നും അറിഞ്ഞിരിക്കണം. അപ്പൊ ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനോട് സാദൃശ്യമുള്ളതാണ് നമ്മുടെ നിർദ്ദേശക തത്വം അഥവാ DPSP. എന്താണ് പറഞ്ഞത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിനോട് സാദൃശ്യമുള്ളതാണ് നമ്മുടെ DPSP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ നിർദ്ദേശക തത്വം എന്ന് പറയുന്നത്? നമ്മുടെ രാഷ്ട്രം പിന്തുടരേണ്ട, അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണം നടക്കുമ്പോഴോ അല്ലെങ്കിൽ അത് നിർവഹിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ രാഷ്ട്രം പിന്തുടരേണ്ട ചില അടിസ്ഥാന ലക്ഷ്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ എന്ന് വിളിക്കുന്നത്. അല്ലെ, ഇന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഓരോ നിയമങ്ങൾ നിർവഹിക്കാനും നിർമ്മിക്കാനും അത് നിർവഹിക്കാനും എന്ന് പറയുന്നതാണ് DPSP എന്ന് പറയുന്നത്. അപ്പൊ രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ പ്രതിപാദിച്ചിരിക്കുന്ന എവിടെയാണ്? ഈ ഒരു DPSPക്കകത്താണ്. ഈ DPSP എടുത്തിരിക്കുന്നത് ഈ പറഞ്ഞതുകൊണ്ട് തന്നെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനിൽ നിന്നാണ്
എടുത്തിരിക്കുന്നത്. അത് എടുത്തിരിക്കുക മീൻസ് സാദൃശ്യം അതിനോടാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പൊ ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് എന്തിന്റെ ലക്ഷ്യം? ഈ ഒരു DPSPയുടെ ലക്ഷ്യം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതൊക്കെ ഈ ഒരു DPSPയിലാണ്. പാർട്ട് ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ. പാർട്ട് ഏതാണ്? 4ാമത്തെ പാർട്ടാണ് അല്ലെ? 4ാമത്തെ പാർട്ടാണ് DPSP എന്ന് പറയുന്നത്. ഇതിനകത്തൊരു സംശയവും ഇല്ലല്ലോ. അതുപോലെ ബാക്കി നമുക്ക് പിന്നീട് പറയാം. ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റിയിട്ടാണ്. ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് എല്ലാ പരീക്ഷകൾക്കും. PSC മാത്രമല്ല, എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റിയിട്ട് എല്ലാ പോയിന്റ്സും ഒന്ന് പറയാം. നോക്കിക്കോളൂ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും നീളം കൂടിയ നിയമമാണ്. ഏറ്റവും ലോങ് ആയിട്ടുള്ള ഒരു നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 എന്ന് പറഞ്ഞത്. അപ്പൊ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിയമം നിർമ്മിച്ച കൂട്ടത്തിൽ ഏറ്റവും വലിയ നിയമം എന്ന് പറയുന്നത് ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, വട്ടമേശ സമ്മേളനത്തിലെ നിർദ്ദേശം, അതുപോലെ 3rd വട്ടമേശ സമ്മേളനത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പർ ആയിരുന്നു ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഒരു വൈറ്റ് പേപ്പർ ആധാരമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വൈറ്റ് പേപ്പർ ഏതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്? സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ട്, വട്ടമേശ സമ്മേളനത്തിലെ നിർദ്ദേശം, 3ാം വട്ടമേശ സമ്മേളനത്തിന് ശേഷമൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ഒരു വൈറ്റ് പേപ്പർ ഉണ്ട്. അതാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായിട്ട് വന്നിട്ടുള്ളത്. 1934 ഡിസംബർ മാസം 1934 ഡിസംബർ മാസം 19 ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് 1935 നിയമമാണ്. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ഡേറ്റ് ആണ് 1934 ഡിസംബർ 19 എന്ന് പറയുന്നത്. ശേഷമാണ് 1935 ഇത് ബില്ലായിട്ട് മാറുന്നത്. അതായത് ഈ ഒരു ബില്ല് പിന്നീട് നിയമമായിട്ട് മാറുന്നത് 1935. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഏതിൽ നിന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇനി മറ്റു പ്രത്യേകതകളും ചോദിക്കാറുണ്ട്. നോക്കിക്കോളൂ. കേന്ദ്രത്തിൽ ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്താണ്? കേന്ദ്രത്തിൽ ഒരു ഫെഡറൽ മാതൃക, ഫെഡറൽ മോഡല് എവിടെ വേണം? കേന്ദ്രത്തിൽ വേണമെന്ന് ഇത് പറയുന്നുണ്ട്. അതുപോലെ കേന്ദ്രത്തില് ഡയാർക്കിക് സംവിധാനം, ഡയാർക്കി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, ദ്വിഭരണം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രവിശ്യകളില്, പ്രൊവിൻസസില് ദ്വിഭരണം നിർത്തലാക്കുക, ഡയാർക്കി അവസാനിപ്പിക്കുകയും സമ്പൂർണമായിട്ടും ഒരു പ്രൊവിൻഷ്യൽ ഓട്ടോണോമി, സ്വയംഭരണം വ്യവസ്ഥ ചെയ്യുകയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പ്രൊവിൻസസില്, പ്രൊവിൻസസ് മീൻസ് നിങ്ങൾ സംസ്ഥാനം എന്ന് ഓർത്തോളൂ, അവിടെയൊക്കെ തന്നെ സ്വയംഭരണം സമ്പൂർണ്ണമായിട്ട് കൊടുക്കണം, ഡയാർക്കി അവസാനിപ്പിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു 1935 ആക്ട്. അതുപോലെ പ്രവിശ്യകളില് ബൈക്യാമറലിസം. എന്താ ബൈക്യാമറലിസം? ദ്വിമണ്ഡലം അല്ലെ, ദ്വിമണ്ഡല സഭയ്ക്ക് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രവിശ്യകളിലെ ദ്വിമണ്ഡല സഭയ്ക്ക് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ റെയിൽവേയെ നിയന്ത്രിക്കാനായിട്ട് ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റി, എന്താണ്? ഫെഡറൽ റെയിൽവേ അതോറിറ്റി രൂപീകരിച്ചു. ഏത് പ്രകാരം? 1935 ആക്ട് പ്രകാരം. ഓക്കെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ആക്ട് ആയിരുന്നു 1935 ആക്ട്. പിന്നീട് 1937 ഒക്ടോബർ മാസം 1 ഡൽഹിയിൽ എന്ത് വരുന്നത്? ഫെഡറൽ കോടതി വരുന്നത്. പിന്നീട് 1950 ജനുവരി മാസം 28 ഇത് ഇന്ത്യയുടെ സുപ്രീം കോടതിയായിട്ട് മാറുന്നത്. 1937 ഒക്ടോബർ 1 ഡൽഹിയിൽ വന്ന ഫെഡറൽ കോടതി 1950 ജനുവരി 28 എന്തായിട്ട് മാറുന്നത്? സുപ്രീം കോർട്ടായിട്ട് മാറുന്നത്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇങ്ങനെ ഒരു ഫെഡറൽ കോർട്ടും റിസർവ് ബാങ്കും വേണമെന്ന് വ്യവസ്ഥ വരുന്നത്. പിന്നെ ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ആണ് ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയിട്ടുള്ളത്. 1935 നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏത് വർഷം? 1937 അല്ലേ? ഭൂരിപക്ഷം ആരാ നേടിയത്? കോൺഗ്രസ് ആണെന്ന് ഭൂരിപക്ഷം നേടിയത്. അപ്പൊ ആദ്യത്തെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ വ്യവസ്ഥ പ്രകാരമാണ്, 1937 Then 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത്
സർ സാമുവൽ, എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ പോയിന്റ് എല്ലാം, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. സർ സാമുവൽ ഹോയർ ആണ്. ഓക്കെ ആണല്ലോ. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് എത്ര സെക്ഷൻസ് ഉണ്ട്? 321 സെക്ഷൻ ആണ്. എത്ര സെക്ഷൻ? 321 സെക്ഷനും 10 ഷെഡ്യൂളും ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഗവർണറെ സംസ്ഥാന ഭരണത്തലവനായി നിയമിക്കുക എന്ന ആശയം ഇന്ത്യ ഗവൺമെന്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്, അതായത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. പ്രീവിയസ് ചോദ്യമാണ്, ഗവർണറെ സംസ്ഥാന ഭരണത്തലവനായിട്ടല്ല നമ്മൾ ഇപ്പോഴും കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആശയം കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അപ്പോൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വൈസ്രോയി ആരാണെന്ന് ചോദിക്കാറുണ്ട്. വെല്ലിംഗ്ടൺ പ്രഭു ആണ് കേട്ടോ. വെല്ലിംഗ്ടൺ പ്രഭു ആണ് ഈ സമയത്തെ വൈസ്രോയി എന്ന് പറയുന്നത്. അതുപോലെ 1937 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്കോ പ്രഭു ആയിരുന്നു. ആരായിരുന്നു? ലിൻ ലിത്കോ പ്രഭു ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നപ്പോഴുള്ള വൈസ്രോയി. അതായത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് വെല്ലിംഗ്ടൺ പ്രഭു, ഇത് നിലവിൽ വന്നപ്പോഴുള്ള വൈസ്രോയി ആണ് ലിൻ ലിത്കോ പ്രഭു എന്ന് പറയുന്നത്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു വിശേഷണം പഠിക്കാനുണ്ട്. ശക്തമായി ബ്രേക്ക് ഉള്ളതും എന്നാൽ എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം അടിമത്തത്തിന്റെ രേഖ എന്നിങ്ങനെ രണ്ട് രീതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു ആണ്. ശക്തമായ ബ്രേക്ക് ഉള്ളതും എന്നാൽ എഞ്ചിൻ ഇല്ലാത്തതുമായുള്ള യന്ത്രം അടിമത്തത്തിന്റെ രേഖ എന്നിങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ശരിക്കും പറയുന്നത് നമ്മുടെ ഭരണഘടന മിക്ക പോർഷൻസും ഇതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്, 1935 നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1990 പഠിക്കാനുണ്ട്, 1909 പഠിക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ കേട്ടിട്ടില്ലേ, മിന്റോ മോർലി ഭരണപരിഷ്കാരം ഇപ്പൊ ചോദിച്ചു കാണാറുണ്ട്. അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 നമ്മൾ എന്ത് വിളിക്കുന്നത്? മൊണ്ടേഗു ചെംസ്ഫോർഡ് അല്ലെ. 1947 എന്ത് വിളിക്കും? എല്ലാവർക്കും അറിയാം. 1947 നമ്മൾ വിളിക്കുന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതുമായിട്ടുള്ള ബന്ധം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അല്ലെ, 1947. അതിലോട്ടൊന്നും പോകുന്നില്ല. 1935 ആക്ടിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് പറയാൻ കാരണം ഇപ്പം അടുത്തടുത്ത് വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഇത് ചോദിക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ തന്നെ കാരണം. ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനല്ല, ഇതിപ്പം ആ ആൻസർ മാത്രം നമ്മളൊന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ എടുത്തതിന് ശേഷം ആ ക്വസ്റ്റ്യനകത്തെ ഏതൊക്കെ പോയിന്റ്സ് ആണുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നോട്ട്സ് ഉപയോഗിച്ചിട്ടായിരിക്കും, ഇതുപോലെ എഴുതി പറയല്ല. ഓരോന്നിനെ പറ്റിയിട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് ആ നോട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങ് പോവായിരിക്കും. ഇംഗ്ലീഷിലായിരിക്കും, ക്ലാസ് മലയാളത്തിലായിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫീസ് ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 499 ആണ്. എല്ലാവർക്കും അഫോർഡബിൾ ആവാൻ വേണ്ടിയിട്ട് 499 ആണ്. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു ഈ ചോദിക്കാൻ പോകുന്ന കംപ്ലീറ്റ് ടോപ്പിക്സ് നമുക്ക് ഈ ഒരു സെക്ഷൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും, അത് ഉറപ്പാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.